പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ ശുശ്രൂഷകളുടെയും മുഖ്യ ശുശ്രൂഷകനായ അങ്ങേക്ക് ഈ ശുശ്രൂഷയെ പരിപൂർണമായി സമർപ്പിക്കുന്നു. അങ്ങ് ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. വളരെ സങ്കീർണമായിരിക്കുന്ന ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് ഈ ശുശ്രൂഷ പൂർത്തിയാക്കുവാൻ അങ്ങ് സഹായിക്കണമേ. തിരുസഭയോട് ചേർന്ന് നിന്ന് തിരുസഭയുടെ ചൈതന്യത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുവാൻ അങ്ങ് പ്രത്യേകം ഈ ദാസനെ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോകുന്ന ഓരോരുത്തരും പ്രത്യേകം സമർപ്പിക്കുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനം എല്ലാവരിലേക്കും അങ്ങ് എത്തിക്കണമേ. അഭിഷേകത്തോടെ സ്വീകരിക്കാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ. തിരുസഭയുടെ ഉന്നമനത്തിന് ഇത് കാരണമാക്കി തീർക്കണമേ. ഈശോ മിശിഹായുടെ മഹത്വത്തിന് ഇത് കാരണമാക്കി തീർക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പതിവായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ കാണുന്നവർ ഇങ്ങനെ വിചാരിച്ച് കാണും, ഈ ബ്രദർ കഴിഞ്ഞ വീഡിയോ ഒന്നും ചെയ്തപ്പോൾ തുടക്ക സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് കണ്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ചത്? പിന്നെ പ്രാർത്ഥനാ സമയത്ത് സങ്കീർണമായൊരു വിഷയമാണ് പറയുന്നതെന്ന് പറഞ്ഞു. എന്തായിരിക്കും സങ്കീർണമായ വിഷയം? മറ്റൊന്നുമല്ല, ഓണത്തെക്കുറിച്ചും ഓണാഘോഷത്തെക്കുറിച്ചുമാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. അപ്പം ചിലർ വിചാരിക്കുന്നത് അതെന്താ സങ്കീർണത ഇരിക്കുന്നത്? രണ്ട് കൂട്ടർക്കാണ് ഇതിനകത്ത് സങ്കീർണത ഇല്ലാത്തത്. ഒന്നാമത്തേത്, എല്ലാ മതവും എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നാണ്, ഒന്നിനും ഒരു വേർതിരിവ് വേണ്ട, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർക്ക്, അവർക്ക് സങ്കീർണതയില്ല. അല്ലാതെ മറ്റൊരു കൂട്ടരുള്ളത് കത്തോലിക്കാ സഭയ്ക്ക് പുറമേയുള്ള എല്ലാ മറ്റ് മതങ്ങളിലുള്ളത് എല്ലാം പിശാചിൻ്റേതാണ്. അങ്ങനെയുള്ളവർക്ക് സങ്കീർണതയൊന്നുമില്ല, അവർക്ക് ഇതൊരു വിഷയമില്ല, ഇത് കടളച്ച പറയാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതിനിടയിലാണ് സത്യവിശ്വാസം നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം പരിശുദ്ധാത്മ സഹായത്താൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഓണാഘോഷം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓണാഘോഷം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ വിശ്വാസ ജീവിതവുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ അല്പം പുറകോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, ഒരുപക്ഷെ ഒരു 10, 20, 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ ഓണാഘോഷം ഒരു വിഷയമേ, ഒരു ചർച്ചാ വിഷയമേ ആയിരുന്നില്ല. ഈ അടുത്ത നാളുകളിലാണ്, നിങ്ങൾക്കറിയാം, ഓണത്തിൻ്റെ സമയമാകുന്ന ഒരു മാസം മുമ്പ് തന്നെ കേരളത്തിൽ ഈ ഓണാഘോഷം കത്തോലിക്കരുടെ ചർച്ചാ വിഷയമായിട്ട് മാറും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതൊരു കാര്യമായിരുന്നു അത്. എന്തുകൊണ്ട് ഇപ്രകാരം ഒരു ചർച്ച, അല്ലെങ്കിൽ സഭയിൽ തന്നെ പല തട്ടുകൾ ഓണാഘോഷത്തെക്കുറിച്ച് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ളവർ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്കൊരല്പം ചരിത്രപരമായിട്ട് തന്നെ പുറകോട്ട് പോകാം. ഓണാഘോഷത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നതെങ്കിലും ഒത്തിരിയേറെ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനാപൂർവ്വം ഇത് ശ്രദ്ധിക്കണമെന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രൈസ്തവർ, കത്തോലിക്കർ ഈ ഇന്ത്യയിൽ, കേരളത്തിൽ ന്യൂനപക്ഷമാണ് എന്ന് നമുക്കറിയാം. മഹാഭൂരിപക്ഷമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈന്ദവരാണ് നമുക്കറിയാം. ഇസ്ലാം മതസ്ഥരൊക്കെ കുറച്ച് കാലങ്ങളായിട്ടാണ് അവർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ ഇപ്പം ഒരു 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ ഈ ഭാരതവും കേരളവുമൊക്കെ ഒരു ഹൈന്ദവ മത സംസ്കാരമയമായിരുന്നു. പിന്നെയാണ് ഇപ്പം കേരളത്തിലൊക്കെ ഇസ്ലാം മതം കുറച്ച് ശക്തി പ്രാപിച്ചൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു നമ്മൾ കത്തോലിക്കൻ ക്രിസ്ത്യാനെന്ന് പറയുമ്പോൾ പോലും ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു ചുവയിലാണ്, ഒരു ഗന്ധത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഹൈന്ദവ അമ്പലങ്ങളിൽ നിന്നുള്ള അങ്ങനെയുള്ള അവരുടെ പാട്ടുകൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലുള്ള ബഹുഭൂരിപക്ഷം പേര് മിക്കവാറും ഹൈന്ദവരായിരിക്കും, അടുത്ത കൂട്ടുകാർ ഹൈന്ദവരായിരിക്കും. അങ്ങനെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എല്ലാം ഒന്നെന്ന കാഴ്ചപ്പാടാണ്. അതിനേക്കാൾ മെച്ചമാണ്, അല്ലെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു വരുന്ന സംസ്കാരങ്ങളെയും മതങ്ങളെയും പോലും
അതിലേക്ക് അബ്സോർബ് ചെയ്യത്തക്ക രീതിയിൽ എല്ലാം ഒന്ന്, എല്ലാം നല്ലത് എന്ന രീതിയിലുള്ള ആഴമേറിയ കാഴ്ചപ്പാട് സൂക്ഷിക്കുന്നൊരു മതമാണ് ഹൈന്ദവ മതം എന്ന് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ കാഴ്ചപ്പാട് നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കൾച്ചറിൻ്റെ ഇടയിലേക്കാണ് ഈ ക്രൈസ്തവ മതം വന്നിരിക്കുന്നത്, കത്തോലിക്കാ സഭ വന്നിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കണം, മഹാഭൂരിപക്ഷമുള്ള എല്ലാം ഒന്നെന്ന് വിചാരിക്കുന്ന, എല്ലാം കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് കത്തോലിക്കാ സഭയിലെ ക്രൈസ്തവ മതം ഇങ്ങനെ നിലകൊള്ളുന്നത്. നിൻ്റെ സ്നേഹിതനാരോ, നമ്മളങ്ങനെ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? നിൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറയാം, അപ്പോൾ നീ ആരാണെന്ന് പറയാമെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ, ഇപ്പോഴൊരു കൾച്ചറിൽ നമ്മളുടെ ക്രിസ്ത്യ വിശ്വാസികൾ വന്ന സാഹചര്യങ്ങളിൽ ഒരു വേർതിരിവുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ അങ്ങനെ നീങ്ങിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എൻ്റെയൊക്കെ ചെറുപ്പകാലം ഞാൻ പറയാം. ചെറുപ്പകാലത്ത് എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാർ, ഹൈന്ദവ കൂട്ടുകാരൊക്കെ രാമായണത്തിലെ മഹാഭാരതത്തിലെയൊക്കെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അവരുടെ മതപരമായ കാര്യങ്ങളാണ്. അത് കേൾക്കുമ്പോൾ അതൊക്കെ അവർ പറയും, നമ്മൾ ബൈബിളിലെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ അവരതിലെ കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നത് പോലെ അവരവരുടെ മതങ്ങളിലെ കാര്യങ്ങൾ പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. അപ്പോൾ അയ്യപ്പൻ ദൈവമാണെന്ന് അവർ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, അയ്യപ്പൻ ദൈവമാണ്. ഈശോ ദൈവമാണ്, അയ്യപ്പൻ ദൈവമാണ്. പിന്നെ പൂമ്പാറ്റ അമർ ചിത്രകഥകൾ, വളരെ സജീവമായ പൂമ്പാറ്റ അമർ ചിത്രകഥകൾ. എനിക്ക് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകമാണ് പൂമ്പാറ്റ അമർ ചിത്രകഥകൾ. ആ മിക്കവാറും ഹൈന്ദവ രാമായണം, മഹാഭാരതം പോലെയുള്ള അവരുടെ മതഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ അത് കഥകളാക്കി അവതരിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന അതിനെ കുറച്ച് ഒരു 10-30 വയസ്സ് മുകളിൽ പ്രായമുള്ളവർക്ക് നന്നായിട്ട് ഓർമ്മ കാണും. അവർക്കൊത്തിരി വായിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മളെ ഹൃദയത്തിൽ അങ്ങ് ചെറുപ്രായത്തിൽ കിട്ടുന്നതാണല്ലോ, സ്ഥാനം പിടിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ സ്കൂളിൽ, നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ പലപ്പോഴും മഹാഭാരതം, രാമായണം പോലെയുള്ള പല അവരുടെ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ബൈബിളിലെ കാര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിലും ഇത് രസകരമായ കഥകളൊക്കെ ആയിരിക്കും. ഇതെല്ലാം പഠിച്ച് പിന്നെ സ്കൂളിൽ പിന്നെ നമ്മൾ ടൂർ കൊണ്ടുപോകുമ്പോൾ അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ കയറുന്നു, അരണപ്പായസം കിട്ടുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ എല്ലാം ഒന്നെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടെ കേരള കത്തോലിക്കാ സഭ അല്ലെങ്കിൽ ഭാരതീയ സഭ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഓണം വരുമ്പോൾ, എന്ത് വരുമ്പോൾ എല്ലാവരും ഭയങ്കര സൗഹാർദ്ദം, സന്തോഷം, അങ്ങനെയൊക്കെയാണല്ലോ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിൽ ഒരു ചിന്ത പെട്ടെന്ന് പങ്കുവയ്ക്കാവുന്നത്, ഒരിക്കൽ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരനെ വിളിക്കുകയാണ്. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുടുംബ കൂട്ടായ്മയുടെ സമയത്ത് ഒരു വലിയ ചർച്ചയുണ്ടായി. ഞാൻ ചോദിച്ചു, എന്താ ചർച്ച എന്താ? അപ്പോൾ ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തൊരു വിഷയമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അവിടെ ഇരുന്നൊരു കത്തോലിക്ക ചേച്ചി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ശക്തിയുക്തം പ്രഖ്യാപിച്ചു, എന്തായാലും ശരിയായില്ല, ആ വിശുദ്ധ സ്ഥലത്ത്, ആ പരിശുദ്ധമായ സ്ഥലത്ത് ആ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ കാരണം എന്നറിയാമോ? അയ്യപ്പൻ ദൈവമാണ്, ശബരിമല പരിശുദ്ധമായ സ്ഥലമാണ് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ ആ കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഹൈന്ദവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതവരുടെ പരിശുദ്ധ സ്ഥലമാകാം, അയ്യപ്പൻ ദൈവമാകാം. പക്ഷേ കത്തോലിക്കരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു ഉദാഹരണം പറയാൻ ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ അനേകം കാര്യങ്ങളെല്ലാം ഒന്ന് എന്നുള്ള ഒരു രീതിയിൽ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഓണത്തെക്കുറിച്ച് പെട്ടെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ആഘോഷമാണെന്നാണ് പറയുന്നത് അല്ലേ? ഓണം ഒരു സാംസ്കാരിക ആഘോഷമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ മതവും സംസ്കാരവും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കാത്ത അത്രമാത്രം ഒന്നായി കിടക്കുകയാണ്. ഇന്ത്യ അതിവിപുലമായ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിലെ മതവും സംസ്കാരവുമായിട്ട് ഇങ്ങനെ ഒന്നായി ഇഴചേർന്ന് അങ്ങനെ ഇഴപിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പോലും ആഴത്തിൽ പരിശോധിച്ച് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാത്തൊരു കത്തോലിക്കൻ എങ്ങനെ ഈ ഹൈന്ദവ മത സംസ്കാരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓണം പോലെയുള്ള കാര്യങ്ങളിലെ അസത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി പറ്റും? അപ്പോൾ പിന്നീട് സാധ്യതകൾ എന്താണെന്നറിയാമോ? ഒന്നുകിൽ രണ്ട് കളി മുഴുവൻ പിശാചിൻ്റേതാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെ പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലുള്ള സങ്കീർണതയോട് ഞാൻ പറയാനുള്ള കാരണവും. ഞാൻ ശ്രദ്ധിക്കൂ, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇസ്ലാം മത വിശ്വാസികൾ ഈ ഓണവുമായിട്ട് ഒരു ബന്ധമില്ലാതെ മാറി നിൽക്കുന്നവരാകും. ഒരുപക്ഷെ പെന്തക്കോസ്റ്റൽ സഭകളെ സംബന്ധിച്ചും ഒരുപക്ഷെ അങ്ങനെയാവും. എന്നാൽ ഓണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് കൂട്ടരുള്ളത്, ഒന്ന് ഹൈന്ദവ മത വിശ്വാസികളും, രണ്ട് കത്തോലിക്ക വിശ്വാസികളുമായിരിക്കും.
ഹൈന്ദവ വിശ്വാസികൾ കുഴപ്പമില്ല. എല്ലാം ഒന്നെന്ന് വിചാരിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്ക് അത് കുഴപ്പമില്ല. ഒരുപക്ഷെ അവരുടെ മതവിശ്വാസ ഭാഗം കൂടി കാണും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. എന്നാൽ എല്ലാം ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമല്ല കത്തോലിക്ക സഭ. യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ ഏക രക്ഷകൻ. അവൻ്റെ തുടർച്ചയായ കത്തോലിക്ക സഭയാണ് ഏക സത്യസഭ എന്ന് വിശ്വസിച്ച് സഭയ്ക്ക് അഭ്യൂഹങ്ങളില്ല, ഊഹാപോഹങ്ങളില്ല. കൃത്യതയോടെ സഭയ്ക്ക് പ്രബോധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ സഭയ്ക്ക് എല്ലാം ഒന്നെന്നുള്ള കാഴ്ചപ്പാടിൽ പോകാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാം പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ. പശ്ചാത്തലം ഇതാണ്: ഈശോയെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും സഭാപ്രബോധനത്തെക്കുറിച്ചും അറിവില്ലാതിരിക്കുകയും അതേസമയത്ത് എല്ലാം ഒന്ന് എന്ന രീതിയിലുള്ള കൾച്ചർ വളർന്നു വരികയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് കുഴപ്പമില്ല പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമുണ്ടാക്കിയാരെന്നറിയാമോ? കുഴപ്പമുണ്ടാക്കി നമ്മുടെ കരിസ്മാറ്റിക്കുകാരാണ്. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഇടുകയാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ശക്തമായി കടന്നു വന്നതുകൂടിയാണ് ഈശോയാണ് ലോകത്തിൻ്റെ ഏക രക്ഷകൻ, ഒന്നാം പ്രമാണം ലംഘിക്കുക എന്നത് ദൈവത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന, ദൈവത്തെ ദ്രോഹിക്കുന്ന കാര്യമാണെന്ന് പരിശുദ്ധാത്മാ സഹായത്തോടെ മനസ്സിലാക്കി. അന്ന് തൊട്ടാണ് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഓണം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചാ വിഷയമായിട്ട് തീർന്നത്. എങ്ങനെയാണ് ചർച്ചാ വിഷയമായിട്ട് തീർന്നത്? ഈശോയാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകൻ. ഇപ്പം ഈശോയുടെ അനന്യത, രക്ഷകൻ എന്ന നിലയുള്ള ഈശോയുടെ ആ അനന്യത അത് കൃത്യമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇത് വെറുതെ താത്വികമായി സംഭവിച്ചതല്ല. ഈശോയാണ് ഏക രക്ഷകൻ എന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അവരുടെ ശുശ്രൂഷകളുമുണ്ടായ വലിയ ദൈവിക ഇടപെടലുകൾ നേരിട്ട് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കണ്ട് തൊട്ട് അനുഭവിച്ചിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞത്. അവർ മനസ്സിലാക്കി അവരുടെ വ്യക്തി ജീവിതം കൊണ്ടും ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പലരുടെ ജീവിതത്തിലും ഒന്നാം പ്രമാണം ലംഘിച്ചതിന് ഫലമായി എന്തൊക്കെ കാര്യങ്ങൾ അവർ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, ബിസിനസ്സിലൊക്കെ തകർച്ച ഉണ്ടായി എന്നുള്ളത് അവർ കാര്യകാരണസഹിതം മനസ്സിലാക്കിയത് കൊണ്ട് ഒന്നാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് അവർക്ക് ഗൗരവമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം കരിസ്മാറ്റിക് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് വിയോജിപ്പുണ്ട്. ഒരുപക്ഷെ ഒന്നാം പ്രമാണത്തെ ലംഘനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുള്ള എക്സാറേഷൻസ് പോലും സ്ഥലങ്ങളുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ വിഷയമല്ല, ഞാൻ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം എന്തുകൊണ്ട് ഓണം കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി എന്നതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയുകയായിരുന്നു. അത് ഈ കാരണമാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നതോടുകൂടി ശക്തമായ രീതിയിൽ ഈശോ ഏക രക്ഷകൻ എന്ന് പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, കേരളത്തിൽ ചില ആശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. പല നീക്കങ്ങളും ഉണ്ടായി. മറ്റു മതസ്ഥരെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ സാംസ്കാരിക അനുരൂപണം, അല്ലേ? സാംസ്കാരിക അനുരൂപണം കൊണ്ട് ക്രിസ്ത്യാനികളായ, കത്തോലിക്കരായ എത്ര പേരെ നിങ്ങൾക്കറിയാം? ഇനി അങ്ങനെ വന്നിട്ടുള്ള ചിലർ പോലും കത്തോലിക്ക സഭയിൽ കയറി നിന്നിട്ട് എല്ലാ മതം ഒന്നാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ സംസ്കാരിക അനുരൂപണം വഴിയായി കത്തോലിക്ക സഭയിലേക്ക് ഈശോയിലേക്ക് വന്നിട്ട് ഈശോയാണ് ഏകരക്ഷകൻ എന്ന് നട്ടലോടെ പ്രസംഗിക്കാൻ പറ്റുന്നവരുണ്ടോ? എന്നാൽ നേരെ മറിച്ച് സംഭവിച്ചിട്ടുണ്ട്. ഈശോയാണ് ഏകരക്ഷകനെന്ന് കാര്യകാരണ സഹിതം പരിശുദ്ധാത്മാഭിഷേകത്തിൽ സംസാരിച്ചത് വഴി നൂറുകണക്കിനും ആയിരക്കണക്കിനും ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് വന്ന ചരിത്രം കേരള സഭയിലുണ്ട്. അതിന് ഏറ്റവും നല്ല തെളിവാണ് ഡിവൈൻ ധ്യാന സെൻ്റർ. എൻ്റെ ഒരു അറിവനുസരിച്ച് ഒരിക്കൽ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ പറഞ്ഞത്, ഇലവൻ അച്ഛൻ പറഞ്ഞത് 40,000-ൽ പരം ആളുകൾ ഡിവൈനെ തന്നെ മാമോദീസ സ്വീകരിച്ച അദ്ദേഹം വിജാതിയർ, 40,000-ൽ പരം വിജാതിയർ എന്ന് അദ്ദേഹം പറയുമ്പോൾ 10 വർഷം മുമ്പാണ് അവിടെ മാമോദീസ സ്വീകരിച്ച് പറയുകയുണ്ടായി. ഒരു സംസ്കാര അനുരൂപണം കൊണ്ടല്ല, നേരെ മറിച്ച് ഈശോയാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകൻ എന്നുള്ള ആ സുവിശേഷ സത്യം അത് വെള്ളം ചേർക്കാതെ കൃത്യതയോടെ സംസാരിച്ചതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ എന്താ സംഭവിച്ചു? മതസൗഹാർദ്ദത്തിൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ പേരിലും അയഞ്ഞ് സംഭവിച്ചതെന്താണ്? നമ്മുടെ ആളുകൾ അവിടേക്ക് പോയി എന്നല്ലാതെ, കണക്കെടുത്ത് വരുമ്പോഴല്ല സംഭവിച്ചിരിക്കുന്നത്. ഇസ്ലാം മതം തൊട്ട് ഹിന്ദു മതം തൊട്ട് അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസികൾ പോയി എന്നല്ലാതെ ഈ ഇത്രമാത്രം സ്നേഹത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എത്ര പേർ ഇങ്ങോട്ട് വന്നു എന്ന് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തൻ്റെ ജനത്തെ സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ, ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ഇപ്രകാരമുള്ള ഒരു അഴകൊഴ സ്വഭാവം കൊണ്ട് കേരള സഭയ്ക്ക് വന്ന് ഭവിച്ചിരിക്കുകയാണ്. കേരള സഭയിൽ ആൾ കുറയുന്നു, സഭ തകരുന്നു എന്ന് നമ്മൾ ഒരു സൈഡിൽ നമ്മളിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറു സൈഡിൽ ഇപ്രകാരമുള്ള അനാവശ്യമായ കാര്യങ്ങൾ, സത്യവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ ഒരു തടസ്സവും കൂടാതെ നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പ്രത്യേകം പരിഗണിക്കണം.
അതുകൊണ്ട് കേരള സഭ എന്തുകൊണ്ട് തകരുന്നു, എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ. ഈ ഓണത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞു, ഓണം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പുറകെ പറഞ്ഞുകൊള്ളാം. അങ്ങനെ നിരവധി കാര്യങ്ങളുടെ ഒരു അപ്രകാര പ്രാക്ടീസിന് ഫലമായിട്ടാണ് കേരള സഭയുടെ തകർച്ചകൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഓണത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു വരാം. ഇപ്രാവശ്യം സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് ഓണം. അന്ന് ഞായറാഴ്ചയാണ്, കർത്താവിൻ്റെ ദിവസമാണ്, സാബത്ത് ദിവസമാണ്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണാഘോഷത്തെക്കുറിച്ച് കാരണം ഒത്തിരിയേറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്താണ് ബിജു ബ്രദറിനെ കുറിച്ച് അഭിപ്രായം എന്നുള്ളത്. കാരണം അവരങ്ങനെ ചോദിക്കാൻ കാരണം ബിജു ബ്രദറിന് പ്രത്യേക അഭിപ്രായമില്ല, സഭയുടെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന വിശ്വാസം അവർ പറയുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്ലാസ്സൊക്കെ ഒരുങ്ങിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, കൃത്യം ഞായറാഴ്ച ദിവസം തന്നെ ഈ ഓണം വന്നല്ലോ. അപ്പം ഞാനോ കൂട്ടുകാരോട് പറഞ്ഞു, ദൈവം മനഃപൂർവ്വം അനുവദിച്ചതാണ്. എത്ര പേർക്ക് സത്യവിശ്വാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം മനഃപൂർവ്വം ഈ ഞായറാഴ്ച ദിവസം ഓണം വെച്ചതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ സ്നേഹിതനായൊരു വൈദികനോട് ഞാനൊക്കെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അദ്ദേഹം പറഞ്ഞു, ബിജു അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, ഇടദിവസങ്ങളിലാണ് ഓണമെങ്കിലും അത് ആഘോഷിക്കുന്ന എല്ലാ വർഷവും ഞായറാഴ്ച ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, നമ്മുടെ ഇടവകളുടെ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഓണം ഇടദിവസങ്ങളിലാണെങ്കിലും ആഘോഷിക്കുന്നത് ഞായറാഴ്ച ആയിരിക്കും എന്ന് പറഞ്ഞു. അതിന് ഭയങ്കരമായിട്ട് കേട്ടോ, അതിനൊരു ചിന്തിപ്പിച്ച് മാത്രമല്ല, ഭയങ്കര വിഷമിപ്പിച്ചു. ഇത് ശരിക്കും ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഒരു ഇതൊരു കർത്താവിൻ്റെ ഒരു ഹൃദയവേദന ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ഒരു ഇൻ്റലക്ച്വലായിട്ട് പറയുന്നതല്ല, ഒരു വേദന എന്നാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, ദൈവം നൽകിയിരിക്കുന്ന 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എന്തെല്ലാം ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത്, ഒരു 4-5 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറയാം. ഞായറാഴ്ച ദിവസം, അപ്പോൾ ഞായറാഴ്ച ഓണ ദിവസം വരുമ്പോൾ മാത്രമല്ല, മറ്റ് ദിവസങ്ങളിൽ ആണ്, ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെയാണ് ഓണമെങ്കിലും അന്ന് പിന്നെ കുട്ടികളെയൊന്നും കാര്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി ഞായറാഴ്ചത്തേക്ക് നമ്മൾ മാറ്റിവെക്കുന്നു. ഞായറാഴ്ച മാറ്റിയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു സ്നേഹിതൻ വന്ന് പറഞ്ഞു, അവരുടെ ഇടവകയിൽ സൺഡേ സ്കൂൾ ക്ലാസ് ഇല്ല, കാറ്റഗിസം ക്ലാസ് ഇല്ല. അവരുടെ ഓണം പ്രമാണിച്ച് അവരുടെ ഇടവകയിൽ കാറ്റഗിസം ക്ലാസ് ഇല്ല. അത് ആ ഒരു ഇടവകയിലെ മാത്രം കാര്യമായിരിക്കുകയില്ല, മിക്കവാറും ഇടവകളിലെ ഒരു കാര്യമാണ്, സാധ്യതയുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെയല്ല എന്നതിൽ ദൈവത്തിന് ഒത്തിരി സ്തുതി. അപ്പോൾ ഞായറാഴ്ച ദിവസം ഓണാഘോഷം വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ ദൈവത്തെ ദ്രോഹിക്കാൻ പറ്റും, അങ്ങനെ പറയുന്ന അറിയില്ല കുറച്ചുകൂടി നല്ലത്. സ്നേഹിക്കാൻ പറ്റും നമ്മൾ വലിയ വിഷയമല്ലാത്തത് കൊണ്ട് എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും എന്ന് പറയുന്ന അറിയും കുറച്ചുകൂടി ശരി. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ 10 കൽപ്പനകളിലെ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്, 2ാം കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. സാബത്ത് എന്നെ എന്തുമാത്രം, നിങ്ങൾ ഇപ്പോൾ ഇത് ഒരു കുറച്ച് കരിസ്മാറ്റിക്കാരുടെ മാത്രം കാഴ്ചപ്പാടല്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അത് വായിച്ചു നോക്കി കഴിയുമ്പോൾ അവിടെ 2ാം പ്രമാണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. സാബത്ത് പാലിക്കേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ വീഴ്ചകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. സാബത്ത് നമ്മൾ ലംഘിക്കുന്നത് മാർഗമായ പാവമാണ്, ശാപദോഷമാണ്, ആത്മാവിനെ മരിപ്പിക്കുന്ന പാവമാണ്. അങ്ങനെയുള്ള സാബത്ത് ദിവസമാണ് നമ്മൾ ഈ ഓണാഘോഷം കൊണ്ട് വെച്ചിരിക്കുന്നത്. ശരിയായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസം പരിശീലിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസം സംബന്ധിച്ച് അവർ ഞായറാഴ്ച ദിവസം മറ്റു കാര്യങ്ങളൊന്നും പോകാതെ തന്നെ സിനിമ കാണാറില്ല. നിങ്ങൾ ഓർമ്മിക്കണം, അൽമാരെ സംബന്ധിച്ച് ബാക്കി ദിവസങ്ങളെല്ലാം ജോലിയാണ്. ഈ ജോലിയെ കഴിഞ്ഞിട്ട് അവർക്ക് റെസ്റ്റ് കിട്ടി സ്വാഭാവികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് കുറച്ച് ഫ്രീ ആകാൻ പറ്റുന്ന ദിവസമാണെന്ന് മാനുഷികമായ ചിന്തയിൽ. പക്ഷേ നല്ല കത്തോലിക്ക, നല്ല ക്രിസ്ത്യാനികൾ ആ ദിവസം അങ്ങനെയല്ല. അവർ വചനം വായിച്ചും അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതും അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി, അങ്ങനെ തികച്ചും ദൈവികമായിട്ട് മാത്രം ആഘോഷിക്കുന്ന, അതായത് വളരെ ബോധപൂർവ്വം സിനിമയോ സീരിയലോ അങ്ങനെ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ദൈവികമായ കാര്യങ്ങൾ മാത്രം ആഘോഷിച്ച് അതുമാത്രം ആചരിച്ച് കർത്താവിൻ്റെ ദിവസം ആ കൽപ്പന പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദിവസമാണ് ക്രൈസ്തവ വിശ്വാസമായി പുലബന്ധം പോലും ഇല്ലാത്ത ഓണം എന്നുള്ള ആ ഒരു അതിൻ്റെ പറയുന്നത് തിരുവോണം അല്ലേ. ഞാൻ ഇന്നിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഇടവകയിലുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ അത് തിരുവോണം എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ തിരുഹൃദയം എന്ന് പറയല്ലോ, തിരുഹൃദയം. അങ്ങനെ ആ തിരുഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തിരു ഓണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. എന്ത് തിരു? ഞാൻ പറഞ്ഞില്ലേ, മറ്റു മതങ്ങളുമായിട്ടുള്ള ആ കൾച്ചറുമായിട്ട് നമ്മൾ ഇടകലർന്നുകൊണ്ട് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ പല കാര്യങ്ങളും ദൈവത്തിന് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട വാക്കുകൾ പോലും ഇപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളങ്ങ് ഇൻസേർട്ട് ചെയ്യുകയാണ്. പക്ഷേ ഭവിഷ്യത്ത് നമ്മൾ അറിയുന്നില്ല.
ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കിടന്ന് ഇങ്ങനെ പ്രാർത്ഥനയാണ്. എത്ര പ്രാർത്ഥിച്ചാലും പണ്ടാലും പറഞ്ഞ പോലെ വഞ്ചി കെട്ടിയിട്ട് തുഴയെന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ മനസ്സിലാകുന്നില്ല നമുക്ക് എന്താണ് പാപം ചെയ്യുന്നത്. മിക്കവാറും കേസുകളിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പല 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 കാര്യങ്ങൾ, കാരണം ഒന്നാം പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാരണം ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഏറ്റവും വലിയ വേദനകൾ ഒന്നാണ്. കാരണം വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ദൈവത്തെ നമ്മുടെ ദൈവമായിട്ട് ശരിക്കും ഹൃദയത്തിൽ ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഒന്നാകാൻ വേണ്ടി പറ്റുകയില്ല. ഒന്നിലധികം ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയും അത് വേണമെങ്കിൽ വസ്തുക്കളാകാം, വ്യക്തികളാകാം, എന്തുമൊക്കെ ആകാം. ഇപ്പോൾ ദൈവത്തെ നമ്മൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും സ്നേഹിക്കുക എന്ന കൽപ്പന പാലിക്കണമെങ്കിൽ ഇതുപോലെ ഒരു കരട് പോലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അപ്പം അത് ശരിക്കും ഒരു ശ്രദ്ധയും സമർപ്പണമുള്ള വ്യക്തികൾക്കാണ് ഇതെല്ലാം ശരിക്കും വേദനയായിട്ട് മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ സാബത്ത് ശരിക്കും ആചരിക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ ആ സാബത്ത് ആചരണത്തിന് ഒരു വലിയ തടസ്സമായി ഈ ഓണാഘോഷം നിൽക്കുകയാണ്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന ആചരണം. സഭയുടെ കൽപ്പന നമുക്കറിയാം, ലംഘിച്ചു കഴിഞ്ഞാൽ മാരകഭാവമാണ്. വിദേശത്തു നിന്ന് ഒരു സഹോദരി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഇവിടെ മലയാളി സമാജത്തിൻ്റെ ഓണാഘോഷമാണ് ഞായറാഴ്ച, അതുകൊണ്ട് മിക്കവാറും വിഷമിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് മിക്കവാറും പലർക്കും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഓണാഘോഷ പരിപാടികളിൽ അവിടെ ഇങ്ങനെ കാര്യമായിട്ട് സംഘടിപ്പിക്കുന്നത് കൊണ്ട് പലർക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. ഇനി നിങ്ങൾ വിചാരിക്കുക, സൺഡേ സ്കൂളുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്ത് ഈ ഓണാഘോഷമുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ മനസ്സ് ഇപ്പോൾ പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുമല്ലോ, കുർബാന കഴിഞ്ഞ് തൊട്ട് പിറകെയായിരിക്കും ഓണാഘോഷം. ഈ പരിപാടിയൊക്കെ അവതരിപ്പിക്കേണ്ട കുട്ടികൾ കുർബാന സമയം നിൽക്കുമ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ചത്തെ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ തന്നെയും ദൈവത്തെ സംബന്ധിച്ച്, കാരണം ഒന്നാമത് വിചാരിക്കണം, ഓണം ഒന്നുമല്ല, ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഓണം ഒന്നുമല്ലാതിരിക്കെ ഞായറാഴ്ച സാബത്താചരണവും പരിശുദ്ധ കുർബാനയും എല്ലാം ആയിരിക്കെ അതിലേക്കൊരു ചെറു കരടെങ്കിലും കടന്നു വരിക എന്നത് ദൈവത്തെ സംബന്ധിച്ചും ദൈവീ കാര്യങ്ങളെ ഗൗരവമായി കാണുന്ന വ്യക്തിയെ സംബന്ധിച്ചും വളരെ ഗൗരവതരമാണ്. അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന ആചരണം പോലും അവിടെയും അർത്ഥപൂർണമല്ലാതെ പോകുന്നു, ദൈവത്തെ വേദനിപ്പിക്കുന്നതായി തീരാനുള്ള വലിയ വലിയ സാധ്യതയാണ്. മൂന്നാമത്തെ കാര്യം, ഒരിക്കൽ വൈദികൻ എന്നെ സംസാരിക്കാൻ പറയുകയുണ്ടായി, ഒരു വർഷത്തിൽ ഏതാണ്ട് 30ലധികം ക്ലാസ്സുകളെ, സൺഡേ ക്ലാസ്സുകളെ, കാറ്റഗിസം ക്ലാസ്സുകളെ കിട്ടാറുള്ളൂ. നമുക്കറിയാം, കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് വളരെ വളരെ വിശാലമായ കാര്യങ്ങൾ, ആഴത്തിലുള്ള കാര്യങ്ങൾ അത് വിശ്വാസികൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. അത് ഒത്തിരിയധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ വളരെ കുറച്ച് സമയം മാത്രമേ കാറ്റഗിസം ക്ലാസ്സിനെ കിട്ടുന്നുള്ളൂ. അങ്ങനെ വളരെ കുറച്ച് സമയം ക്ലാസ്സിന് കിട്ടുന്നുള്ളൂ എന്നിരിക്കെയാണ് ഓണാഘോഷത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നവർക്ക് ഒരു ചെറിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പോലും അതിൻ്റെ എത്രയോ ഗുരുതരമായ കാര്യമാണ് സംഭവിക്കുന്നത്. അതായത് സത്യവിശ്വാസം പഠിക്കാൻ വേണ്ടി സമയം കുറവായിരിക്കെ ആ സമയം കൂടി നമ്മൾ ഒഴിവാക്കപ്പെട്ട് ഇപ്രകാരമുള്ള ആഘോഷങ്ങളിലേക്ക് വരുന്നു. ഇത് മൂന്നാമത്തെ ഗുരുതരമായ ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കുന്നതായിട്ടുണ്ട്. നാലാമത്തെ കാര്യം നമ്മളുടെ കുട്ടികളുടെ മനസ്സിലും, ഇത് കുട്ടികൾ മാത്രമല്ല, ഒരുപക്ഷെ മതബോധന അധ്യാപകരുടെയും അല്ലെങ്കിൽ മുതിർന്നവരുടെ മനസ്സിലൊക്കെ ഓണാഘോഷം ക്രൈസ്തവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ സൺഡേ ക്ലാസ്സുകൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ദീർഘദിവസങ്ങളിലൊക്കെ ഇത് പരിശീലിച്ചൊക്കെ ആഘോഷിക്കുന്നത് മൂലം ഓണാഘോഷം ക്രൈസ്തവർക്ക് എന്തോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അറിയാതെ പോലും ചിലപ്പോൾ അവർക്ക് ഇതൊരു അനിവാര്യമായ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് പോലും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ, എല്ലാം ഒന്നൊക്കെ രീതി കിടക്കുന്ന കാരണം ഇതൊരു എന്തോ ജീവിതമായിട്ട്, അവരുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെടുന്ന കാര്യമായിട്ട് തോന്നും എന്നത് അത് വലിയൊരു ഉതപ്പിന് കാരണമാണ്. ഇപ്പം എനിക്കറിഞ്ഞുകൂടാ ഇപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്തുമാത്രം ബോധവൽക്കരണം നടത്തുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് യാതൊരു ബന്ധവുമില്ല, ഇത് നമ്മൾ അങ്ങനെ ആ രീതി കാണുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആഘോഷിക്കാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ഇപ്രകാരമുള്ള സംസ്കാരത്തെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വേർപാട് പാലിക്കേണ്ടതിനെക്കുറിച്ച് എന്തുമാത്രം ബോധവൽക്കരണം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നമായിട്ടുള്ളത് സഭയ്ക്ക് പുറത്തുള്ളവർക്ക്. നമുക്കറിയാം, കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലുള്ളവർ, മറ്റ് മതസ്ഥർ, മറ്റ് സഭാവിശ്വാസികൾ, അവരെല്ലാം സഭയിലേക്ക് നമ്മൾ ആകർഷിക്കേണ്ടതാണ്.
അവരെക്കാൾ ഗുണമേന്മയുള്ള, ക്വാളിറ്റിയുള്ള വിശ്വാസ ജീവിതവും ധാർമ്മിക ജീവിതവും എല്ലാം കണ്ടുകൊണ്ട് അവരെല്ലാം നമ്മൾ സഭയിലേക്ക് ആകർഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഹൈന്ദവ മതവിശ്വാസി സഭയിലേക്ക് നോക്കുമ്പോൾ ഈശോ എല്ലാ മതങ്ങളും ഒന്നാണെന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സഭയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അതിനേക്കാൾ നല്ല രീതിയിൽ ഞങ്ങളവിടെ പറയുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആരെ പറയുന്നത് കേട്ടു, ഓണാഘോഷങ്ങളൊക്കെ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉള്ളതാണെങ്കിൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ ആഘോഷമായിട്ട് വിപുലമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ കത്തോലിക്കർ ആഘോഷിക്കുന്നവരെ പറയുന്നത് കേട്ടു. അതിൻ്റെ അന്വേഷിക്കേണ്ടതായിട്ട് എനിക്കത്ര ഉറപ്പില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികളും പെന്തക്കോസ്ത് സഭക്കാരും ഒക്കെ നമ്മൾ കാണിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഇത് ഗുരുതരമായ ഒന്നാം പ്രമാണ ലംഘനമാണ്, നമ്മൾ വിഗ്രഹാരാധനയാണ്, അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്ന് കുറച്ചുകൂടി അകലാനാണ് ഇതെല്ലാം കാരണമായി തീരുക. കാര്യം ശരിയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അവർ നമ്മൾ നകന്നു പോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യമില്ലാത്ത, ചിലപ്പോഴൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ മറ്റ് ഈശോയിലേക്ക്, സഭയിലേക്ക് ആകർഷിക്കപ്പെടേണ്ട വ്യക്തികൾ അകന്നു പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗൗരവമായ ഒരു കാര്യമായി നമ്മൾ കരുതേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഞായറാഴ്ച ദിവസം വിശുദ്ധരുടെ തിരുനാൾ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇപ്പം എനിക്ക് വേദന തോന്നിയൊരു കാര്യം, പെന്തക്കോസ്ത് തിരുനാൾ ദിവസം പോലും അത് പെന്തക്കോസ്ത് തിരുനാളാണെന്ന് പോലും എടുത്തു പറയാതെ ഞായറാഴ്ച ദിവസം കടന്നു പോയതൊക്കെ ഞാൻ ചില സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള, കാരണം പെന്തക്കോസ്ത് ദിനമൊക്കെ എത്രയോ കാര്യമായിട്ട്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, കത്തോലിക്ക സഭയിലെ തിരുനാളുകളും ഗൗരവമേറിയ തിരുനാളുകൾ പോലും അത്ര ആഘോഷപൂർവ്വം കൊണ്ടാടാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടി നമ്മൾ പരിഗണിക്കണം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഓണമായി ഞാൻ ഒരു കണക്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഓണമല്ല നമ്മുടെ വിഷയം, ഓണൊരു വിഷയമാണ്. ഇത് സത്യവിശ്വാസത്തിന്, നമ്മൾ കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസത്തിന് അല്ലെങ്കിൽ ഈശോ മിശിഹായുടെ സുവിശേഷത്തിന് നമ്മൾ വളരെ ഗൗരവം കാണിക്കുന്നില്ല, ഗൗരവം കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ പലവിധ മേഖലയിൽ നമ്മൾ അയഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു അയവിൻ്റെ ഭാഗം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഓണാഘോഷത്തെ മാത്രം ശ്രദ്ധിച്ചിട്ട് ഈ വിഷയങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ ഓണാഘോഷത്തെ എതിർക്കുന്ന ചിലരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത്, എങ്ങനെ ജീവിച്ചാലും ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകും, ആരും നരകത്തിൽ പോവുകയില്ല, അങ്ങനെ വിശ്വസിക്കുന്ന ചിലരാണ് ഈ ഓണാഘോഷത്തിനെതിരെ, അല്ലെ അങ്ങനെ വിശ്വസിച്ചപ്പോൾ അതിനെ എതിർക്കാതിരുന്ന, അങ്ങനെ പഠിപ്പിച്ചപ്പോൾ എതിർക്കാതിരുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെയാണ് ഈ ഓണാഘോഷത്തിനെതിരെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവിൽ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള, പരിശുദ്ധ കത്തോലിക്ക സഭയെക്കുറിച്ചും സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ചുമുള്ള വിശ്വാസികളുടെ അറിവില്ലായ്മയുടെ ഒരു ഉപോൽപ്പന്നമാണ് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അമിതവൽക്കരിച്ചുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ സഭയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വരുന്ന ആളുകൾ ഗൗരവമേറിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് ഇതിനുവേണ്ടി സീറോ മലബാർ സഭയുടെ ഡോക്ടറിനെ കമ്മീഷൻ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശത്തിനകത്ത് ഓണം ഒരു സാംസ്കാരിക ആഘോഷമാണെന്ന നിലയിലാണ്, ഒരിക്കലും വിശ്വാസപരമായിട്ടോ ആരാധനപരമായിട്ടോ സഭ ഇതിനെ കാണുന്നില്ലെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓണാഘോഷത്തെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുമ്പോൾ ഒരു കാര്യം നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് കൂടി എനിക്ക് ഇതിൻ്റെ കൂടെ പറഞ്ഞു വെക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വന്നൊരു ചിന്തയാണത്. നമുക്കറിയാം, നമ്മളെ ഈ കേരളത്തിലൊക്കെ ഓണത്തിന് സമയത്ത്, ഓണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കണ്ട് 10 ദിവസത്തെ അവധിയുണ്ട്. അപ്പോൾ എനിക്ക് ചിന്ത വന്നെങ്ങനെയാണ്, നമ്മൾ ഓണത്തെ ഭയങ്കരമായിട്ട് അങ്ങ് എതിർക്കുകയാണ്. എന്നാൽ ഈ ഓണത്തിൻ്റെ പേര് കിട്ടുന്ന 10 ദിവസത്തെ നമ്മൾ എതിർക്കുമോ? നിങ്ങൾ ഉള്ളിൽ നിന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ കുട്ടികൾക്ക് 10 ദിവസം അവധി ലഭിക്കുന്നു, നിങ്ങൾക്ക് തന്നെ ഓണത്തിന് അവധി ലഭിക്കുന്നു. ഓണപ്പോൾ ഇട ദിവസമൊക്കെ ആണെങ്കിൽ ഓണം അവധിയാണല്ലോ. ഓണത്തിന് അവധി ലഭിക്കുന്നു, നിങ്ങൾക്കത് ഇഷ്ടമാണോ അല്ലയോ? ഉള്ളുകൊണ്ട് നിങ്ങൾ ആ അവധിയെ വെൽക്കം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? വെൽക്കം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓണത്തിന് പേര് കിട്ടിയതാ. തനി പൈശാചികമാണ് നമ്മൾ പറഞ്ഞു കഴിയുന്ന ഓണത്തിന് പേര് തന്നെ കിട്ടിയതാണത്. അതുകൂടാതെ തന്നെ നമുക്കറിയാം, നമുക്ക് പല ദിവസങ്ങളിൽ ഹൈന്ദവരുടെയും ഇസ്ലാം മത വിശ്വാസികളുടെയുമൊക്കെ അവരുടെ തിരുനാളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അവധി ലഭിക്കാറുണ്ട്. ആ അവധി നമുക്ക് ഇഷ്ടമാണോ അല്ലയോ? നമ്മൾ ഹൃദയം കൊണ്ട് വെൽക്കം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നമുക്കറിയാം, നമ്മൾ ആ അവധി ഇഷ്ടപ്പെടുന്നുണ്ട്, വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം പൈശാചികമാണെന്ന് പറയുമ്പോൾ നമ്മളെന്നാൽ ഈ അവധിയൊന്നും വേണ്ടെന്ന് ഇങ്ങനെ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയാണ് കത്തോലിക്ക സഭയുടെ മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട, അവരുമായി ബന്ധപ്പെട്ട നന്മയുള്ള, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് മറ്റ് മതങ്ങളിലും സത്യത്തിൻ്റെ രശ്മികളുണ്ട്. അപ്പോൾ മറ്റ് മതങ്ങളിലുള്ള സാംസ്കാരികമായ നന്മയായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകണം.
അവയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട്, അവരിലെ നന്മകളെ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ ഉപരിനന്മയായ, സഭയുടെ എല്ലാമായ ഈശോയെ അവിടെ കൈമാറണം എന്ന് സഭ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സഭയിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ സഭയിലേക്കുള്ള നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ സഭ കടന്നുപോയ സംസ്കാരങ്ങളിൽ സഭ നന്മയായിട്ടുള്ളത് സ്വീകരിച്ചതിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. സഭയിലേക്ക് സഭ മറ്റ് സംസ്കാരങ്ങൾ കടന്നുപോയ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണത്, നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ഓണവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ നമ്മളതിനെ പൈശാചികം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് നമ്മളതിനെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി. അതുകൊണ്ടാണ് സഭ നമ്മുടെ ഡോക്ടറിൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് സാംസ്കാരിക ആഘോഷം എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പങ്കുചേരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹൈന്ദവ മതവും ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എളുപ്പവഴി ഞാൻ കണ്ടെത്തിയ ഇതാണ്, നമ്മൾ മാറി നിൽക്കുക. കാരണം കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഓണം ആഘോഷിക്കാൻ നിർബന്ധമില്ലാത്തത് കൊണ്ട്, നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ മാറി നിൽക്കുക. അപ്പം അങ്ങനെ സാംസ്കാരികമായിട്ട് കാണുന്നതുകൊണ്ട് ആഘോഷിക്കുക എന്ന രീതിയിൽ പറയുമ്പോൾ ഒരുപക്ഷെ അത് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കാരണം ഞാൻ ഇത് അടുത്തറിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഓണത്തെ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഏത് രീതിയിലും നമ്മൾ വിശ്വാസം ബന്ധപ്പെടുത്തി കൊണ്ടാടാവുന്ന രീതിയല്ല പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ ഓണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നില്ല. എൻ്റെ IHS മിനിസ്ട്രി ഉള്ളവരും അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് കുറച്ച് പായസം കുടിക്കുന്നതും ഊഞ്ഞാലാടുന്നതും പിന്നെ ഞായറാഴ്ച അല്ലാതെ മറ്റു ദിവസം വടം വലിക്കുന്നതോ പിന്നെന്താണുള്ളത്, നല്ല പുതിയ വസ്ത്രം മേടിച്ചിരുന്നതൊന്നും ഞാനെതിരല്ല. നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം ഞായറാഴ്ച ദിവസങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. രണ്ടാമത് ദേവാലയത്തിലേക്കും ദേവാലയത്തിൻ്റെ ആ തിരുസാന്നിധ്യത്തിലേക്കും ഇത് ഞാൻ പറയുന്നത്, ഇത് ദേവാലയത്തിനകത്ത് ഈ ഓണം ബന്ധപ്പെട്ടൊരു സംസാരത്തിന് പോലും ആവശ്യമില്ല, നമുക്ക് ഒരാവശ്യം പോലും നമുക്ക് അതിൻ്റെ പ്രസംഗ സമയത്തൊക്കെ വിഷയമൊക്കെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഇല്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമ്മളുടെ കേരളത്തിലെ വിശ്വാസികളിലെ ഒരുപക്ഷെ സഭയുടെ തലപ്പത്തിരിക്കുന്നവരെ പോലെ അവരെ പോലെയുള്ള അത്ര അറിവുള്ളവരല്ല, അത്ര എന്നുള്ളതല്ല, തീർത്ത അറിവ് കുറഞ്ഞവരാണ്. സഭയെക്കുറിച്ച് സത്യങ്ങളെക്കുറിച്ച് വളരെ അറിവ് കുറഞ്ഞവരാണ് വിശ്വാസികൾ. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള പ്രാക്ടീസിലൂടെ ഒത്തിരിയേറെ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നതനുസരിച്ച് ഒത്തിരിയേറെ പേര് നമ്മുടെ സഭയിലേക്ക് വരുന്നതിൽ മാത്രം സഭ വിട്ട് മറ്റ് മതങ്ങളിലേക്ക് പോകുന്നു. അപ്പം എല്ലാം എന്നുള്ള ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മളൊരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തനിമ നമ്മൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ, മാറി നിൽക്കേണ്ട കാര്യങ്ങൾ മാറി നിൽക്കണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ, ഇന്ന കാര്യങ്ങൾ മാറി നിൽക്കണം ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ, അത് തീർച്ചയായിട്ടും സഭയ്ക്ക് കൂടുതൽ നാശത്തിന് കാരണമാകും. എത്രയും പെട്ടെന്ന് തന്നെ ഇപ്രകാരമുള്ള നല്ല വ്യക്തതകൾ വിശ്വാസികൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരും മറ്റും തീർച്ചയായിട്ടും അവർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ, കാരണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സഭയുടെ ഔദ്യോഗിക തലത്തു നിന്ന് ഓണം ആഘോഷിക്കണമെന്ന രീതിയിലുള്ള കൽപ്പനകളൊന്നും വൈദ്യർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം അതുകൊണ്ട് തന്നെ വൈദ്യർക്ക് വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങൾ തീരുമാനമെടുത്ത് ഉചിതമായ ക്രമീകരണങ്ങൾ നടത്തി വിശ്വാസികൾക്ക് നല്ല ബോധ്യങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സാധിക്കട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.